ഓണച്ചന്ത എന്ന് പറയുമ്പോൾ നമ്മുടെ താഴെ ഇരിക്കുന്ന കണക്കുള്ള കച്ചവടം ഇതിനകത്തില്ല. താഴെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ആൾ വഴിപോക്കരും അല്ലാതെ കച്ചവടങ്ങളുണ്ടായിരുന്നു. ഇവിടെ സാധനം വാങ്ങുന്നവരേ ഉള്ളൂ. അത് വന്ന് വഴിവാക്കിന് വാങ്ങും, മീൻ വാങ്ങും, അതിലെ സാധനങ്ങൾ മേടിച്ച് സൈഡിൽ കിടിയാൻ പോകും. ഇതിനകത്തോട്ടിരിക്കുന്ന കച്ചവടക്കാർക്ക് കച്ചവടങ്ങളൊക്കെ മോശമാണ്. പിന്നെ ഇതിൽ ഓണക്കാലത്തെ കാര്യം ഓണത്തിലും അതൊക്കെ തന്നെ കാണുന്നത്. ഓണമായിട്ട് വലിയ തിരക്കൊന്നുമില്ല, പഴയ തിരക്കൊന്നുമില്ല. മുൻ വർഷങ്ങൾ ഈ സമയത്തൊക്കെ ഇതിനകത്ത് നിൽക്കാൻ സ്ഥലം കാണത്തില്ല, തിരക്കായിരിക്കും. ഈ വർഷം ആൾ കുറവാണ്. ആളുണ്ട്, വഴിനാളുണ്ട്, പക്ഷെ ഇതിനകത്തോട്ട് ആരും കയറി വരുന്നില്ല. പിന്നെ നല്ല ചൂടിനൊരു കുറവുമില്ല ഇതിനകത്ത്, അതേ ഉള്ളൂ. ഓണത്തിൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം ഇവിടെ വന്ന് ചുമ്മാ ഇങ്ങനെ കുത്തിയിരിക്കുക, ഒരു കച്ചവടവും നടക്കുന്നില്ല. ഫ്രണ്ടിൽ കച്ചവടമുണ്ട്, ഫ്രണ്ടിൽ നിന്ന് ആൾക്കാർ വരും, മേടിക്കും, ഇറങ്ങിപ്പോകും. അകത്തോട്ട് ഒരു കുഞ്ഞുങ്ങളും വരുന്നില്ല. എന്ന് വെച്ചാൽ അകത്തോട്ടുള്ള കടകൾ ആരും കാണുന്നില്ല. എന്ന് വെച്ചാൽ ഫ്രണ്ട് എല്ലാവരും ഗ്രില്ലൊക്കെ ഇട്ട് അടച്ചു മൂടി വെച്ചിരിക്കുക. അതുകൊണ്ട് അകത്തോട്ടൊരു കുഞ്ഞുങ്ങളും കാണുന്നില്ല. പുറത്തിരിക്കുന്നവർക്കൊക്കെ നല്ല കച്ചവടമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഞങ്ങൾ അകത്തിരിക്കുന്നവർ കുറേ പേര് ഇങ്ങനെ ചുമ്മാ അവിടെ ഇരിക്കുക. നടക്കുന്നവർക്ക് കച്ചവടമുണ്ട്, അല്ലാത്തവർ ഇങ്ങനെ ചുമ്മാ കുത്തിയിരിക്കുക. ഓണയുടെ കമ്പോളം കിടക്കുന്നുണ്ടല്ലോ, ആരും ഇല്ല. ഇങ്ങോട്ടും ഒരു കുഞ്ഞുങ്ങളും വരുന്നില്ല. ഞങ്ങളൊരു 1000 രൂപ പോലും വിറ്റിട്ടില്ല ഇതുവരെ. ആ ഒരു ഇരിക്കുക ഇവിടെ. 500 ദിവസം, ഒരു 500 പോലും ഞങ്ങൾ വിൽക്കാത്ത ദിവസങ്ങളാണ് ഇവിടെ. ഈ ഇരിക്കുന്നവർ അകത്തോട്ടിരിക്കുന്ന കുറേ പേര്. വേറെ എല്ലാം പ്രത്യേകിച്ച് ആ വെളിയിലോട്ട് ആൾ വരുന്നുണ്ട്. വെളിയിൽ അവിടെയൊക്കെ ഇരിക്കുന്നവർ കച്ചവടം നടക്കുന്നുണ്ട്. ഓണമായിട്ട് വളരെ മോശമാണ്. കച്ചവടം ഒന്നും നടക്കുന്നില്ല. ഞങ്ങൾ ഇത്രയും 2 മണിയൊക്കെ ആവും ഞങ്ങൾ കൈനീട്ടം വയ്ക്കാൻ. ഇപ്പോഴത്തെ അവസ്ഥ പറയാം. ഈ അതിക്രമിച്ച് ഓരോരുത്തർ അവിടെ കച്ചവടം ചെയ്യുന്ന ആദ്യമൊക്കെ കയറി അങ്ങ് ഇരിക്കുക. അതിക്രമിച്ച് ആൾക്കാർ കയറി വരാനോ ഒന്നിനും സാധിക്കുന്നില്ല. അവിടെ 2 ഭാഗത്തോടെ അവിടെ ആ കട അങ്ങനെ വന്നതുകൊണ്ടാണ് ഇനി അകത്തോടെ അത്രയും കുഴപ്പം വന്നത്. അവർക്കാണെങ്കിൽ ഉദ്യോഗസ്ഥർ, അതായത് മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥരെല്ലാം സപ്പോർട്ടുമാണ്. നമ്മുടെ കാര്യങ്ങളൊക്കെ ചെന്ന് പറഞ്ഞ് ഞാൻ അപേക്ഷയും കൊടുത്തു. നമ്മുടെ സങ്കടങ്ങളെല്ലാം അവരെ ബോധിപ്പിച്ചു. അവിടെ ബോധിപ്പിച്ചെന്ന് പറഞ്ഞാൽ ചെയർമാന് ബോധിപ്പിച്ചു. കച്ചവടം ഉണ്ട്, ആൾക്കാർ ശരിക്ക് കയറുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടം വരെ വരുവാ ഇങ്ങനെ ഇങ്ങോട്ടിരിക്കുന്നവരാരും കച്ചവടക്കാരേ അല്ല. ഇതിപ്പോൾ എനിക്ക് കിട്ടിയ സ്ഥലത്ത് അതോ ഒരാളവിടെ പിച്ചാത്തിയും വെട്ടുകത്തിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്. മുനിസിപ്പാലിറ്റി അധികൃതർ വന്ന് അവർക്ക് നമ്പർ ഇട്ട് കൊടുത്തു. ഞാൻ അവിടെ ഇരുന്നതാണ്. അപ്പോൾ അവിടെ നല്ല പിച്ചാത്തിയൊക്കെ ഇട്ട് ഒരു പാർട്ടി അവിടെ ഇരിക്കുന്നു. ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ പഴയ സ്റ്റാളിലാണെങ്കിൽ അവിടെയും കച്ചവടം അവരെ അനുവദിച്ചു കൊടുത്തിരിക്കുക. അവിടെ പിന്നെ ഒരുത്തം വന്ന് പിച്ചാത്തി കച്ചവടമൊക്കെ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെയും കാര്യങ്ങൾ ഇരുന്നോ ഞങ്ങൾ വണ്ടിയും കൊണ്ടുവന്നവനെ അങ്ങ് എല്ലാം എടുത്ത് പുളുത്താന്നാണ് അവർ പറഞ്ഞു. പുളുത്തുന്നതൊന്നും ഇവിടെ കണ്ടില്ല. ഇതൊക്കെ അന്നേരത്തെ ഒരു വിജയത്തിന് ഓരോന്ന് പറയുന്നതാണ്. ഇവർക്ക് തന്നെ സപ്പോർട്ട് നിൽക്കുക. ഇതിനകത്തിരിക്കുന്ന ഒരു വ്യക്തികൾക്ക് കച്ചവടം നടക്കുന്നില്ല. ഉള്ള കാര്യം പറയാണ്ട് ആ അമ്മച്ചി വായി നോക്കിയിരിക്കുക. ഞാൻ അതുപോലെ തന്നെ, ഇയാൾ അതുപോലെ തന്നെ, ആ പെങ്കൊച്ച് അതുപോലെ തന്നെ, എല്ലാവർക്കും ഓരോരോ അപാകത ഉള്ളവരാണ്. ഇവരൊക്കെ ഈ ഉദ്യോഗസ്ഥരിങ്ങനെ ഒരുമാതിരി അനാസ്ഥ കാണിച്ചുകൊണ്ടായി അങ്ങക്ക് ഈ അവസ്ഥ വന്നത്. ഓണകാലമായിട്ട് എങ്ങ് പണി തന്നിട്ടിരിക്കുക അവർ. കച്ചവടമൊക്കെ മാർക്കറ്റിൽ മാറിയതിന് ശേഷം ആരും അങ്ങനെ അറിഞ്ഞിട്ടില്ല. പിന്നെ ആള് കയറക്കം കുറവാണ്. പിന്നെ ഓണമായിട്ട് പിന്നെ ആവറേജ് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇതിലൊക്കെ നടക്കും. അകത്തോട്ടിരിക്കുന്നവർക്കൊന്നും ഒരു കച്ചവടവും ഇല്ല. കുറേ പേര് വന്ന് കയറി ഇറങ്ങി അങ്ങ് പോകും. പഴയ ചന്തനുസരിച്ചുള്ള കച്ചവടവും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ തട്ടിയും മുട്ടിയൊക്കെ പോകുന്നു, അത്രയേ ഉള്ളൂ. നല്ല അടിപൊളി എല്ലാ സൗകര്യവും ഉണ്ട്. ആൾക്കാർ എന്നാലും വലിയ താഴെ മാർക്കറ്റ് ഇരുന്നുള്ള ബിസിനസ് ഇല്ല. ഇനി പുതിയ മാർക്കറ്റ് വന്ന് ഒരുപാടുപ്പെട്ട ആർക്കും അറിയത്തില്ല മാർക്കറ്റ് ഇങ്ങോട്ട് മാറിയ കാര്യം. ഒരുപാട് പേർക്ക് അറിയത്തില്ല. ഇപ്പോഴും ഓരോരുത്തരും വന്ന് മാർക്കറ്റ് എവിടെയാണെന്നാണ് വിളിച്ച് ചോദിക്കുന്നത്. കച്ചവടം കുഴപ്പമില്ല. കഴിഞ്ഞ വർഷത്തെ അത്ര കച്ചവടം ഇല്ലെന്നേ ഉള്ളൂ. ഇപ്പം പുതിയതായിട്ട് ഇങ്ങോട്ട് പുതിയ മാർക്കറ്റ് മാറിയല്ലോ. തീർച്ചയായിട്ടും ഇനി ആൾക്കാർ വന്ന് ഇപ്പോൾ കയറുന്നുണ്ട്. വലിയ കുഴപ്പമില്ല. മാർക്കറ്റിൽ ആളൊക്കെ വരുന്നുണ്ട്, കച്ചവടം നടക്കുന്നുണ്ട്. പഴയ കണക്കുള്ള ആ പുതിയ മാർക്കറ്റിലോട്ട് വന്നുള്ള ഒരു ഇതേ ഉള്ളൂ. അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ബിസിനസ്സുകളൊക്കെ നടക്കുന്നുണ്ട്. എല്ലാവരും സഹകരിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. കയറിയവരെല്ലാം സാധനങ്ങളൊക്കെ മേടിച്ചോണ്ടാണ് പോയത്. എല്ലാവരും മേടിച്ചോണ്ടാണ് പോയത്. കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഇപ്രാവശ്യം സാധനങ്ങൾക്ക് വില കുറവാണ്. മലക്കറി തീരെ വില കുറവാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഭയങ്കര വിലയായിരുന്നു. പാവയ്ക്കും പയർ മാത്രമേ ഉള്ളൂ ഇച്ചിരി വില കൂടുതൽ. ബാക്കി എല്ലാ ഐറ്റവും വില കുറവ്. 150 രൂപയ്ക്കൊക്കെ ഇഷ്ടംപോലെ മലക്കറി ഉണ്ട് ആൾക്കാർ.